ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വാക്കാലൂർ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ കുടുംബ സംഗമം വൻ വിജയമാണെന്ന് ഈ സദസ്സ് കണ്ടാലറിയാം. പക്ഷേ നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന സമയം, ഇപ്പോൾ നിലനിൽക്കുന്ന കാലാവസ്ഥ, ഇതൊരു സുഖകരമായ അവസ്ഥയല്ല. അന്തരീക്ഷത്തിലെ മർദ്ദം, ഹ്യൂമിഡിറ്റി വളരെ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ, നിങ്ങളുടെ ശരീരഭാഷ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും എപ്പോഴും ഉണ്ടാകുന്നതല്ല. വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മൾ ഇങ്ങനെ സമ്മേളിക്കുക. ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ഖമറു സാഹിബ് അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ, അതേപോലെ ഗൾഫിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്തഫ വാക്കാലൂർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ വേറെയുണ്ട്. ഞാൻ ഇവിടെ അഭിമുഖീകരിക്കുന്നത് വേണ്ടത്ര രാഷ്ട്രീയപരമായ അറിവോ മറ്റോ നേടിയിട്ടില്ലാത്ത ഒരു പറ്റം സഹോദരിമാരടങ്ങുന്ന സദസ്സിനോടാണ്. എന്നാൽ രാഷ്ട്രീയപരമായ ഏറെ അറിവ് സമ്പാദിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നെറ്റ് സോൺ വഴി നമ്മുടെ പ്രസംഗം വീക്ഷിക്കുന്നുമുണ്ട്. ഞാൻ ആരെ തൃപ്തിപ്പെടുത്തിയാണ് പ്രസംഗിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇടതുഭാഗത്തിരിക്കുന്നത് നമ്മുടെ ഉപ്പമാർക്ക് തുല്യമായ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ കാണുന്ന രീതിയിലൊക്കെ മുസ്ലിം ലീഗ് ഇവിടെ നിലനിന്നത് ഇവരൊക്കെ വഹിച്ച ത്യാഗോജലമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇവിടെ ആണുങ്ങൾ ഒരു യോഗം സംഘടിപ്പിച്ച് വിളിച്ചാൽ പെണ്ണുങ്ങൾ വരും. അത് നമ്മുടെ കുടുംബത്തിന്റെ അനുസരണയുടെ ഒരു ഭാഗമായിട്ടാണ്. മനസ്സിന്റെ അകത്ത് മുസ്ലിം ലീഗ് എന്താണെന്ന് ഒന്ന് തിരിച്ചറിയണം, ഒന്ന് മനസ്സിലാക്കണം എന്ന നെയ്യത്തുമായി ഇതിൽ എത്ര പേരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. പിന്നെ ഒന്ന് സംഗമിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആ പുകയിൽ നിന്നും അടുക്കളയിൽ നിന്നും അല്പനേരം മോചനം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്താത്ത ആളുകളാണ് സ്ത്രീകൾ എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് ലീഗിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോകും. കാരണം ഞങ്ങളൊക്കെ നേരം വെളുത്താൽ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ലീഗ് വലിയ പാർട്ടിയാണ്, സമുദായമാണ്, അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പ്രസംഗിച്ച് നട്ടപ്പാർക്ക് വരുമ്പോൾ നാട്ടുകാരെ മുഴുവൻ മുസ്ലിം ലീഗ് പഠിപ്പിക്കാൻ പോകുന്ന ഞങ്ങൾ വീട്ടിലെത്തിയാൽ നമ്മളെ വീട്ടിലെ ഭാര്യയും മക്കളും ലീഗിലാണോ ഇല്ലയോ എന്നത് നമുക്കറിയില്ല. കാരണം അവർക്ക് മുസ്ലിം ലീഗിന്റെ സന്ദേശവും ഒന്നും എവിടെയും കിട്ടുന്നില്ല. അവർ വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ടും അവിടുത്തെ ചർച്ച കണ്ടും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ, അതിലൊക്കെ നമ്മൾക്കേതായാലും ഒരു മേധാവിത്വം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ ശത്രുക്കളുടെ പ്രചാരണത്തിൽ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ട് വീണുപോകാനുള്ള സാധ്യത ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ സ്ത്രീകളെ വളരെ സജീവമായി കൂടെ കൂട്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പതിവ് മുസ്ലിം ലീഗിനില്ല, മുസ്ലിങ്ങൾക്ക് ആ പതിവില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് സൗദി അറേബ്യയിലും ഗൾഫിലും ഒന്നല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യ രാജ്യത്തിലെ നിയമനിർമ്മാണ സംവിധാനങ്ങൾക്ക് അടിപ്പെട്ട് വിധേയരായി ജീവിക്കേണ്ടവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇത്ര ശതമാനം സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത്, പൊതുസേവന രംഗത്ത്, ജനപ്രതിനിധി മേഖലയിൽ ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ ആ മേഖലയിലേക്ക് പ്രാപ്തരായ സ്ത്രീകളെ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മതത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരുടെയും സാമൂഹ്യ സേവന രംഗത്ത് അവർക്ക് അർപ്പിക്കാവുന്ന സംഭാവനകൾ എന്താണെന്ന് വളരെ ക്ലിപ്തമാക്കി വച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ സംരക്ഷണവും പുരുഷനിൽ ഭാരമേൽപ്പിച്ച ഒരു മതമാണ് നമ്മുടേത്, അല്ലേ? നിങ്ങൾ പ്രസവിക്കുന്ന കുട്ടികൾ വരെ, നിങ്ങളെ ഉപ്പമാരെ, നിങ്ങളെ ഉമ്മമാരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? പുരുഷനാണ്. അപ്പൊ സ്ത്രീ കുടുംബത്തെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കുടുംബത്തെ കൊണ്ടു നടക്കേണ്ട ബാധ്യതയാണ് സ്ത്രീക്കുള്ളത്.
പക്ഷെ എന്നാലും നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തോട് താരതമ്യപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മൾ അടക്കം പാലിക്കേണ്ടത് എവിടെയാണോ അതൊക്കെ മുറുകെ പിടിച്ചും കൊണ്ട് തന്നെ എന്തൊക്കെ പൊതുസേവന രംഗത്ത് നമുക്ക് ചെയ്യാം. അവിടെ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ രംഗത്തിറക്കിയ ചില പ്രതിഭകളാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത്. അവരെന്തൊക്കെ അതും നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയാണ് അല്ലേ, സുഹറ നിങ്ങളോട് സംസാരിച്ചു. ഈ സുഹറ ഇതുപോലെ ഒരു 15 കൊല്ലോ 20 കൊല്ലോ മുമ്പ് ഇതുപോലെ നിങ്ങൾ സദസ്സിലിരുന്ന ഒരു സുഹറായിരുന്നു അത്. ആ സുഹറ ഇന്ന് നിങ്ങളെപ്പോലുള്ള ഈ 100 കണക്കിന് സഹോദരിമാരോട് മുസ്ലിം ലീഗിന്റെ 906 ചരിത്രം തൊട്ട്, മരക്കാന്മാരുടെ ചരിത്രം തൊട്ട്, മാപ്പിളമാരുടെ ഗതകാല ചരിത്രം തൊട്ട്, CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ വിപ്ലവങ്ങൾ തൊട്ട്, ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം, കർണാടകയിലെ രാഷ്ട്രീയം, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, മഹിജയുടെ രാഷ്ട്രീയം അല്ലേ, അഖിലാഖിന്റെ രാഷ്ട്രീയം, ഇന്ത്യ മുഴുവനും ഒരു ട്രെയിനിൽ പോയി സഞ്ചരിച്ചും കൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി സുഹറ നേടിയത് ഇതിനകത്ത് വന്നപ്പോഴാണ്. ഇതുപോലെ സുഹറയെ പോലെ പ്രസംഗിക്കുന്ന ആളായി നിങ്ങൾ എല്ലാവരും മാറണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുറച്ച് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധം വേണം. നമ്മുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഈ മുസ്ലിം ലീഗ് ഉണ്ടായ കാലഘട്ടവും അതിന്റെ സാഹചര്യവും സുഹറ വിവരിച്ചു. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇതിൽ ചെറുപ്പക്കാരികളായ കുറെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരികളാകാൻ ഉടൻ സാധ്യതയുള്ള കുട്ടികളും കുറേയുണ്ട്. ഇവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ നമ്മുടെ രാജ്യം എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ജനാധിപത്യ സമ്പ്രദായത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് രാജ്യത്ത്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്താണെന്ന് ആദ്യം പഠിക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 100 പേരുള്ള സഭയിൽ കൂടുതൽ പേർ അഥവാ 51 പേർ കൈപൊന്തിച്ചാൽ അതാണ് ശരി. അത് ശരിയായാലും തെറ്റായാലും 100 പേരിരിക്കുന്ന സഭയിൽ 51 പേർ ശരിയെ അനുകൂലിച്ചാലും തെറ്റിനെ അനുകൂലിച്ചാലും അതിനെ ശരിവെക്കാനാണ് ജനാധിപത്യം. ഇന്ത്യ രാജ്യത്ത് പലരുടെയും ശ്രദ്ധ ഇവിടെയല്ല. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. വളരെ കുറഞ്ഞ വാക്കിൽ വളരെ എളുപ്പത്തിൽ ഈ പരിപാടി തീർത്ത് അവസാനിപ്പിച്ചു പോകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്കും മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തലയെണ്ണിയിട്ടാണ്, അതായത് ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഭൂരിപക്ഷമല്ല, മുസ്ലിങ്ങൾ വളരെ ചെറിയ ന്യൂനപക്ഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത ഹൈന്ദവ സമൂഹമാണ്. നമ്മൾ ന്യൂനപക്ഷമാണ്. ക്രിസ്ത്യാനികൾ നമ്മളെക്കാളും ന്യൂനപക്ഷമാണ്. അപ്പൊ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങൾ നോക്കി നിയമനിർമ്മാണം ഉണ്ടാക്കുക, മറ്റു നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അത് പാസ്സാവില്ല. ആവോ? നമ്മളുടെ ശബ്ദം വളരെ ചെറുതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവുമില്ല. ഈ ഒരു സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി കൂടിയേ തീരൂ എന്ന് നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചത്. എന്നിട്ട് സ്വന്തമായി സംഘടിച്ച് ഭരണഘടനയിൽ നമുക്ക് ആയി വിവക്ഷിക്കപ്പെട്ട അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി നമ്മൾ പോരാടണം. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം. അവർക്ക് നമ്മുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ, വിവാഹം കഴിക്കാൻ, മരിക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, പ്രബോധനം ചെയ്യാനും ഇതിനുള്ളൊക്കെ അവകാശം വേണം. ഈ അവകാശങ്ങളൊക്കെ നിലനിർത്തുവാനും ഈ അവകാശങ്ങൾക്ക് മേലെ ആരെങ്കിലും കൈവച്ചാൽ അതിനെതിരെ പ്രതികരിക്കാനും ഒരു സമൂഹത്തെ പ്രാപ്തിയാക്കിയെടുക്കണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10-70 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നമേ നിങ്ങൾക്കറിയൂ. അതിന്റെ പരമോന്നത നേതാക്കളായ പാണക്കാട്ട് തങ്ങന്മാരെയും അതുപോലുള്ള വലിയ ചില നേതാക്കളുടെ പേരും നിങ്ങൾക്കറിയാം. നമ്മളെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയും. എന്താണ് നമ്മുടെ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയത്? ഒന്നുക്ക് നമ്മളെ കെട്ടിയോ മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ നമ്മളെ വാപ്പപ്പാരും മുസ്ലിം ലീഗാണ്. ഈ കാരണത്താൽ മാത്രമുള്ള ഒരു പരിചയം ലീഗുമായി നമുക്കുള്ളൂ.
മറിച്ച് പുതുതായി വളർന്നു വരുന്ന കുട്ടികളൊന്നും മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ വളരെ സജീവമാണ്. ഈ രാഷ്ട്രീയ ചർച്ചയിൽ പലരും നിങ്ങളോട് ചോദിക്കും, ഈ മുസ്ലിം ലീഗൊക്കെ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണാ ചെയ്തത്, എന്ത് ഉപകാരം ചെയ്യും, ഈ സംഘടന കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം, മുസ്ലിം പെണ്ണുങ്ങൾക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കിയെടുക്കണം. ഇന്ന് നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സ്റ്റേറ്റിലും അവർ അടിച്ചു മുന്നേറുകയാണ്. അവർ ചെയ്യുന്ന അക്രമ പ്രവർത്തനങ്ങളും ക്രൂരതകളും ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഏറെ അറിയാം. പക്ഷേ ഇങ്ങനൊരു ഭീകരാന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുമ്പോഴും നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു സുശക്തമായ ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ്. അതുമാത്രമല്ല, ആ ഭരണഘടനയിൽ 7 മൌലിക അവകാശങ്ങളുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും. ഈ മൌലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടോ പാർലമെന്റിനോ നമ്മുടെ ജുഡീഷ്യറിക്കോ കോടതികൾക്കോ പോലും ഭേദഗതി ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയാത്ത വിധം ഭരണഘടനയിലുള്ള വകുപ്പുകളാണ് മൌലിക അവകാശങ്ങൾ. ആ മൌലിക അവകാശങ്ങളിലാണ് എന്ത് പെട്ടിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് സ്വന്തം വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച്, ഇസ്ലാമിക തത്വസംഹിതകൾ അനുസരിച്ച് ജീവിക്കാനും അത് മുറുകെ പിടിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മൌലിക അവകാശങ്ങളിൽ പെടുന്നു. ആ മൌലിക അവകാശങ്ങളിൽ നിന്ന് അത് എടുത്തു കളയാൻ ഒരു നരേന്ദ്രമോദിക്കും ഇന്ത്യ രാജ്യത്ത് 1000 കൊല്ലം ഭരിച്ചാലും സാധിക്കില്ല. ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിക്കും സാധിക്കില്ല. അത്രമാത്രം ഭദ്രമാണ്. എങ്ങനെയാണ് ഭരണഘടനക്കുള്ളിൽ ഇങ്ങനെ ഒരു അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയത്? ചുമ്മാ അപ്പൂപ്പൻ താടി പോലെ എങ്ങനെ പാറി വീണ് ഭരണഘടനയിലേക്ക് ഒട്ടിപ്പിടിക്കുകയല്ല. എങ്ങനെ ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വകുപ്പുകൾ കിട്ടി? മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് സംവരണമുണ്ട്, ഭരണഘടനയിലൂടെ കിട്ടിയതാണ്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം, മദ്രസകൾ നടത്താം, മതസ്ഥാപനങ്ങൾ നടത്താം, പള്ളികൾ ഉണ്ടാക്കാം, ഭരണഘടനയിലൂടെ കിട്ടിയതാണ്. അപ്പൊ ഉദ്യോഗത്തിൽ സംവരണം, ഈ പറഞ്ഞ രീതിയിലുള്ള ഒക്കെ അവകാശങ്ങൾ, ഇതൊക്കെ ഭരണഘടന തന്നതാണ്. ഭരണഘടനയിൽ ഇതെത്തിയത് എങ്ങനെ? ആ എത്തിയതിന് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, അവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവർ 10-20ഓളം പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ആ പ്രമേയങ്ങൾ എന്തായിരുന്നു? വരാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന അവകാശം വേണം എന്നതായിരുന്നു ഇവരുടെ പ്രമേയത്തിലുള്ളത്. ആ പ്രമേയങ്ങളിൽ ചിലത് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട പ്രമേയങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലെ ഈ അനുച്ഛേദങ്ങളും ഈ അവകാശങ്ങളും ഈ മൌലിക അവകാശങ്ങളുമായി മാറിയത്. അപ്പൊ മഹാന്മാരായ നമ്മുടെ ഇസ്മായിൽ സാഹിബിനെ പോലുള്ള വന്ദ്യരായ നേതാക്കന്മാർ അവർ മനസ്സുവെച്ച് അവരുടെ ശ്രമഫലമായി, അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി അവർ ഭരണഘടനാ അസംബ്ലിയിൽ തയ്യാറാക്കി അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്ത പ്രമേയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയത്. ഇന്ന് ഭരണഘടനയിൽ കാണുന്ന ഈ സുരക്ഷിതത്വ വകുപ്പുകൾ തന്നാലെ വന്നതല്ല. മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാർ അവരുടെ ശ്രമഫലമായി വന്നതാണ്. അപ്പം അവിടം തൊട്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ സ്വാതന്ത്ര്യവും ഈ സുരക്ഷിതത്വമൊക്കെ എങ്ങനെ വന്നു എന്ന് ഇവന്മാർ പറയില്ല. അതിന്റെ ഒരു ചരിത്രം, ആ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ശ്രമഫലമായിട്ടാണ് ഈ ഭരണഘടനയിൽ ഈ സുരക്ഷിതത്വങ്ങളൊക്കെ വന്നത്. ശേഷം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ രാജ്യത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗ് ഇല്ലാത്ത നിയമസഭയോ മുസ്ലിം ലീഗ് ഇല്ലാത്ത പാർലമെന്റോ ഉണ്ടായിട്ടില്ല. വളരെ കുറഞ്ഞ ആളുകളെ വിജയിപ്പിക്കാനേ നമുക്ക് കഴിയുള്ളൂ, അല്ലേ? 1-2 പേർ. പക്ഷെ ആ 1-2 പേർ ആകാശത്തോളം വളർന്ന് രാജ്യത്തിനും രാജ്യത്തിന് പുറത്തും വളർന്ന് വലിയ നേതാക്കളായിട്ടാണ് വിട്ടുപോയത്. ഇന്ത്യൻ പാർലമെന്റിൽ 500ഓളം അംഗങ്ങളുണ്ട്. കൊള്ളക്കാര്, കള്ളന്മാര്,
ക്രിമിനൽ കേസിൽ പ്രതികൾ, ബലാത്സംഗ വീരന്മാർ, അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിലെ എംപിമാരുടെ